അച്ഛനേക്കാൾ പ്രശസ്തനായി മകൻ വാഴുന്ന ക്ഷേത്രം. മനമുരുകി പ്രാർത്ഥിച്ചാൽ സർവ്വവിഘ്നങ്ങളും അകറ്റി അനുഗ്രഹം ചൊരിയുന്ന ഗണപതി ഭഗവാൻ. ഈ ക്ഷേത്രം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നതെങ്കിലും കൊട്ടാരക്കര മണികണ്ഠേശ്വരം ശ്രീ മഹാഗണപതി ക്ഷേത്രമെന്നാണ് ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേര്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ കിഴക്കോട്ട് ദർശനമായി ശിവനും പടിഞ്ഞാറ് ദർശനമായി പാർവതിയുമാണെങ്കിലും ഈ ക്ഷേത്രം പ്രസിദ്ധമായിരിക്കുന്നത് മകനായ ഗണപതിയുടെ പേരിലാണ്. ദാരുവിഗ്രഹ പ്രതിഷ്ഠയാണ് കൊട്ടാരക്കര രാജവംശമായ ഇളയടത്ത് സ്വരൂപത്തിന്റെ കുടുംബക്ഷേത്രമായ ഇവിടത്തെ ഒരു പ്രത്യേകത. തച്ചുശാസ്ത്ര പ്രഗത്ഭനായ പെരുന്തച്ചൻ നിർമ്മിച്ചതാണ് ഈ വിഗ്രഹമെന്നാണ് ഒരു വിശ്വാസം. പണ്ട് 2 ശിവക്ഷേത്രങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്, കിഴക്കേക്കരയും പടിഞ്ഞാറ്റിൻകരയും. പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ മേൽനോട്ടം ഉളിയന്നൂർ പെരുന്തച്ചനായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിനിടെ മനസ്സിൽ തെളിഞ്ഞു വന്ന ഗണപതി രൂപം അദ്ദേഹം ഒരു വരിക്കപ്ലാവിന്റെ വേരിൽ കൊത്തിയുണ്ടാക്കി. ഈ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിക്കാമോ എന്ന പെരുന്തച്ചന്റെ അപേക്ഷ പടിഞ്ഞാറ്റിൻകര ക്ഷേത്ര അധികാരികൾ നിരസിച്ചു. നിരാശനായ പെരുന്തച്ചൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി. എന്നാൽ ഇവിടെ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിക്കാമെന്ന് സമ്മതിച്ച തിരുമേനി ഗണപതി വിഗ്രഹത്തെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. സന്തോഷത്തോടെ പെരുന്തച്ചൻ ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകുമെന്ന് പ്രവചിച്ചു. ഈ വിഗ്രഹം തച്ചൻ നിർമ്മിച്ചത് ബാലഗണപതി സങ്കല്പത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണി ഗണപതിക്ക് വിശപ്പകറ്റാൻ ഒരു ഇലയിൽ പൂജാരി നൽകിയ 7 കൂട്ടപ്പങ്ങൾ കോർത്ത് പെരുന്തച്ചൻ ഗണപതിക്ക് നിവേദിച്ചു. പ്രശസ്തമായ ഈ ഉണ്ണിയപ്പത്തിന്റെ അളവുകൾ രഹസ്യമാണെങ്കിലും ചേരുവകൾ അരിപ്പൊടി, ശർക്കരപ്പാനി, ചുക്കുപൊടി, ഏലക്കാപ്പൊടി, പാളയംതോടൻ പഴം, നാളികേരം, നെയ്യ് എന്നിവയാണ്. ഇതിൽ മേമ്പൊടിയായി പഞ്ചസാരയും തൂവും. ഉണ്ണിയപ്പവുമായി ബന്ധപ്പെട്ട് ഇഷ്ടകാര്യ സിദ്ധിക്കായി നടത്തുന്ന ചടങ്ങാണ് ഉദയാസ്തമയ പൂജ. ഉദയം മുതൽ അസ്തമയം വരെ ഉണ്ണിയപ്പം നിവേദിക്കുന്ന ഈ ചടങ്ങിനു പിന്നിലും ഒരു കഥയുണ്ട്. കുട്ടികളില്ലാത്ത ദുഃഖം പേറി നടന്ന കൊട്ടാരക്കര തമ്പുരാൻ ഉണ്ണി പിറന്നാൽ ഉണ്ണി ഗണപതിയെ ഉണ്ണിയപ്പം കൊണ്ട് മൂടാമെന്ന് പ്രാർത്ഥിച്ചു. ഉണ്ണി പിറന്നപ്പോൾ ഉണ്ണിയപ്പം എത്ര വാർത്തിട്ടും ഗണപതിയെ മൂടാൻ തികഞ്ഞില്ല. ദുഃഖിതനായ തമ്പുരാൻ ഉദയം മുതൽ അസ്തമയം വരെ ഉണ്ണിയപ്പം ഉണ്ടാക്കി ഗണപതിക്ക് നിവേദിച്ചു. അന്നു മുതലാണ് ഈ പൂജ ആരംഭിച്ചതെന്നാണ് ഐതിഹ്യം. കൊട്ടാരക്കരയിലെ ഗണപതിയുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ ലോകപ്രശസ്തമായ കലാരൂപമായ കഥകളി രൂപമെടുത്തതെന്നും ഐതിഹ്യങ്ങളുണ്ട്. കൊട്ടാരക്കര തമ്പുരാൻ കോഴിക്കോട് സാമൂതിരിയോട് ഒരു ഉത്സവത്തിന് അരങ്ങേറാൻ കൃഷ്ണനാട്ടം കലാകാരന്മാരെ അയക്കാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ തെക്കർക്ക് കൃഷ്ണനാട്ടം മനസ്സിലാവില്ലെന്ന് സാമൂതിരി പരിഹസിച്ചു. ദുഃഖിതനായ കൊട്ടാരക്കര തമ്പുരാൻ ഗണപതി സന്നിധിയിലെത്തി ക്ഷേത്രക്കടവിലെ വെള്ളത്തിൽ നോക്കിയിരിക്കുമ്പോൾ മനസ്സിൽ കഥകളിയുടെ ആദിരൂപങ്ങൾ ഓളങ്ങൾക്കൊപ്പം ആടിത്തെളിഞ്ഞു. വെള്ളത്തിൽ മിന്നിത്തെളിഞ്ഞ തിളങ്ങുന്ന വർണ്ണങ്ങളിൽ നിന്നാണ് തമ്പുരാൻ കഥകളിയുടെ വസ്ത്രാലങ്കാരം രൂപപ്പെടുത്തിയത്. ക്ഷേത്രത്തിനടുത്തുള്ള ആൽമരത്തിന്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം രാമനാട്ടം എഴുതി. അങ്ങനെ സാമൂതിരിയുടെ പരിഹാസത്തിനുള്ള മറുപടിയായി തമ്പുരാൻ രാമനാട്ടം എന്ന പുതിയ കലാരൂപം സൃഷ്ടിച്ചു. ഈ കലാരൂപമാണ് പിന്നീട് കഥകളിയായി രൂപാന്തരപ്പെട്ടത്. രാമനാട്ടത്തിന്റെ ആദ്യ അരങ്ങേറ്റവും ഗണേശ സന്നിധിയിൽ തന്നെയായിരുന്നു. ജീവിത പ്രാരാബ്ദങ്ങൾക്ക് ആശ്വാസം തേടി ആയിരങ്ങളാണ് ഗണപതിക്കരികിൽ എത്തുന്നത്. ശിവനും പാർവതിയും ഗണപതിയും ചേരുന്ന ഇവിടം വിശ്വാസികൾക്ക് കൈലാസം തന്നെയാണ്. മറ്റൊരു പുത്തൻ അറിവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.